നമസ്കാരം, ഞാൻ അജിത്. എല്ലാവർക്കും ലേണേഴ്സ് ലൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ എന്താ? അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സലി അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് അക്കൗണ്ടൻസ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് കോമൺലി നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്, മറ്റേത് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5 അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ബാക്കിയുള്ള കോൺസെപ്റ്റും അതുപോലെ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഒക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ നോക്കാം. അപ്പൊ നമുക്ക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അക്കൗണ്ടിങ് കോൺസെപ്റ്റിലെ ആദ്യത്തെ കോൺസെപ്റ്റ് ആണ് ബിസിനസ് എൻറ്റിറ്റി അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഇപ്പൊ ഞാനൊരു ബിസിനസ് തുടങ്ങാണ്. സാധാരണഗതിയിൽ ആൾക്കാർ എന്താ പറയാ, അജിത്ത് ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അജിത്തിന് നഷ്ടമാണ്, അല്ലെങ്കിൽ അജിത്തിന് ലാഭമാണ്. എന്റെ പേരുമായി റിലേറ്റ് ചെയ്തിട്ടാണ് എന്റെ ബിസിനസിനെ എല്ലാവരും കാണുന്നത്. പക്ഷെ അക്കൗണ്ടിങ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. അതായത് ബിസിനസ് വേറെ, അതിന്റെ ഓണർ വേറെ, രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റികൾ. നമുക്ക് എന്റെ ബിസിനസ്സിലേക്ക് തന്നെ വരാം. ഇത് ഞാൻ അജിത്ത്, ഇതെന്റെ ബിസിനസ്. എനിക്കൊരു സ്റ്റേഷനറി കടയാന്ന് വിചാരിച്ചോളൂ. A to Z എന്ന് പറഞ്ഞൊരു സ്റ്റേഷനറി കട. ഇതാണ് എന്റെ ബിസിനസ്. രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റികളാണ്. അജിത്ത് എന്നൊരു എൻറ്റിറ്റി, A to Z സ്റ്റേഷനറി എന്ന് പറഞ്ഞ മറ്റൊരു എൻറ്റിറ്റി. ഞാൻ എന്റെ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്റെ ബിസിനസ് ഈ ക്യാപിറ്റൽ വെച്ചിട്ട് എന്താ ചെയ്യാം? ബിസിനസ് ഓപ്പറേഷൻസ് ചെയ്യും. അതായത് ഇപ്പോ അസറ്റ്സ് പർച്ചേസ് ചെയ്യാണ്, പർച്ചേസ് ഓഫ് അസറ്റ്സ്, അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, പർച്ചേസ് ഓഫ് ഗുഡ്സ് സെയിൽ ചെയ്യുന്നു, സെയിൽ ഓഫ് ഗുഡ്സ്, എക്സ്പെൻസസ് പേ ചെയ്യുന്നു, പേയ്മെന്റ് ഓഫ് എക്സ്പെൻസസ്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ബിസിനസ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ഫൈനലി നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടാവുന്നു. എന്റെ ബിസിനസ്സിന് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടാവുന്നു. ഇത് നമുക്ക് ഈ പ്രോഫിറ്റിനെ അല്ലെങ്കിൽ ലോസിനെ ഓണറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇത് ബിസിനസിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. ഇത് ഓണറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഇതാണ് ഒരു ബിസിനസ്സും അതിന്റെ ഓണറും സെപ്പറേറ്റ് എൻറ്റിറ്റി ആവുമ്പോൾ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യലും ബിസിനസ് ഓപ്പറേഷൻസും പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ട്രാൻസ്ഫറും ഒക്കെ ആയിട്ട് വരുന്നത്. നമ്മളെപ്പോഴും ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനെ ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. ബിസിനസ്സിന് അത് എങ്ങനെയാണ് വരുന്നത്, അങ്ങനെ വേണം അത് റെക്കോർഡ് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യം പറഞ്ഞു. നമ്മൾ ക്യാപിറ്റലിന്റെ അല്ലെങ്കിൽ ലയബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, എനിത്തിങ് an organization owes to an outsider is a liability. അതായത് ഒരു ഓർഗനൈസേഷൻ ഒരു ഔട്ട്സൈഡർക്ക് ഓവ് ചെയ്യുന്നതെല്ലാം ഒരു ലയബിലിറ്റിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ക്യാപിറ്റലിനെ നമുക്കൊരു ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്താ? ബിസിനസ് അതിന്റെ ഓണർക്ക് ഓവ് ചെയ്യുന്ന എമൗണ്ട് ആണ് ക്യാപിറ്റൽ. ഈ ഓണറെ നമുക്ക് ഒരു ലെൻഡർ ആയിട്ട് കണക്കാക്കാം. ബിസിനസിന് വേണ്ടി പണം തന്നിട്ടുള്ള ഒരു ലെൻഡർ. അങ്ങനെയാണ് നമ്മൾ ഓണറെ കണക്കാക്കുന്നത്. നമുക്ക് തോന്നും, എന്തിനാണ് ഇങ്ങനെ രണ്ട് എൻറ്റിറ്റി ആയിട്ട് കണക്കാക്കുന്നതെന്ന്. ഇങ്ങനെ രണ്ട് എൻറ്റിറ്റി ആയിട്ട് കണക്കാക്കിയില്ലെങ്കിൽ നമുക്ക് ബിസിനസിന്റെ ശരിക്കുള്ള പിക്ചർ കിട്ടില്ല. അതായത് ആക്ച്വലി ബിസിനസ് ലോസിലാണോ പ്രോഫിറ്റിലാണോ എന്ന് അറിയാൻ പറ്റില്ല. കാരണം എന്താ? രണ്ടും ഒരേ എൻറ്റിറ്റിയാണ്. ബിസിനസ്സും ഓണറും ഒന്നാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓണറുടെ പേഴ്സണൽ എക്സ്പെൻസുകളൊക്കെ ബിസിനസ് ട്രാൻസാക്ഷൻസിന്റെ കൂടെ വരും. ഇപ്പൊ ഞാൻ ഓണറാണല്ലോ. ഞാനൊരു സിനിമയ്ക്ക് പോയി, 100 രൂപയുടെ ടിക്കറ്റ് എടുത്തു, വീട്ടിലേക്ക് ഒരു 500 രൂപയുടെ പച്ചക്കറി വാങ്ങിച്ചു. ഈ ചെലവുകളെല്ലാം ഞാൻ ബിസിനസ് ട്രാൻസാക്ഷൻസിന്റെ കൂടെ തന്നെ റെക്കോർഡ് ചെയ്തു പോകും. ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസിനെ സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ? ബിസിനസ് ട്രാൻസാക്ഷൻസ്, ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് ബിസിനസിന്റെ ആക്ച്വൽ അല്ലെങ്കിൽ ട്രൂ പിക്ചർ എന്താണെന്ന് കിട്ടും. ബിസിനസ് ലോസിലാണോ ബിസിനസ് പ്രോഫിറ്റിലാണോ എന്ന് അറിയാനായിട്ട് നമുക്ക് സാധിക്കും. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യം പറഞ്ഞു. ഞാൻ വീണ്ടും ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വെക്കാം.
ആദ്യം ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിനുശേഷം ഞാൻ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ബിസിനസിന്റെ ലയബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഓണറോടുള്ള ബിസിനസിന്റെ ലയബിലിറ്റി വീണ്ടും കൂടുന്നു. ക്യാപിറ്റൽ അഡീഷണൽ ക്യാപിറ്റൽ വരികയാണ്, ഇപ്പൊ ലയബിലിറ്റി വീണ്ടും കൂടും. ഓണർ കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണ്, ഡ്രോയിങ്സ് നടക്കുകയാണ്. അപ്പൊ എന്താ ഉണ്ടാവുക? ലയബിലിറ്റി കുറയും. കാര്യം എന്താ? ഓണർക്ക് കൊടുക്കാനുള്ള കടം തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ആ ഒരു എമൗണ്ട് കുറയാണ്, ഡ്രോയിങ്സ്. ഓണർ അതിൽ നിന്ന് എമൗണ്ട് പിൻവലിക്കുന്നു, അദ്ദേഹത്തോടുള്ള ലയബിലിറ്റി കുറയാണ് നമുക്കിവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ബിസിനസിനെ ഓണറെ രണ്ട് എൻറ്റിറ്റികളായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റ് ആണ് ബിസിനസ് എൻറ്റിറ്റി അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റിനകത്ത് പറയുന്നത്. അക്കൗണ്ടിങ് കോൺസെപ്റ്റിലെ അടുത്തതാണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇവിടെ പറയുന്നത് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ട്രാൻസാക്ഷൻസ് വിച്ച് ക്യാൻ ബി മെഷർഡ് ഇൻ ടേംസ് മണി ആർ ടു ബി റെക്കോർഡഡ്. മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് തോന്നും ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന്. അതിന് ചെയ്യാൻ സാധിക്കാത്ത ചില സാഹചര്യങ്ങളും ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മുടെ എംപ്ലോയീസിന്റെ വർക്കിംഗ് കണ്ടീഷൻ ഓഫ് എംപ്ലോയിയുടെ വർക്കിംഗ് കണ്ടീഷൻ നമുക്ക് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഓഫ് എ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമുക്ക് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മാർക്കറ്റിലുള്ള മാർക്കറ്റ് കോമ്പറ്റീഷൻ, നമ്മുടെ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ എത്രമാത്രം കോമ്പറ്റീഷൻ ഉണ്ട്, ഇത് നമുക്ക് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. ഇനി നേരത്തെ പറഞ്ഞ എന്റെ സ്റ്റേഷനറി കടയുടെ ഉദാഹരണം എടുക്കാം. നമുക്ക് A to Z സ്റ്റേഷനറി, അവിടെ ഒരു എംപ്ലോയി ഉണ്ടായിരുന്നു. ആ എംപ്ലോയി ഇപ്പോ സപ്പോസ് അമൽ എന്നാണ് ആ എംപ്ലോയിയുടെ പേര്. അമൽ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, അതുപോലെ തന്നെ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണ്. അമലിന്റെ ഹാർഡ് വർക്ക് കൊണ്ട് എനിക്ക് ഒരുപാട് ബിസിനസ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഒരു ദിവസം അമൽ റിസൈൻ ചെയ്ത് പോവുകയാണ്. സ്വാഭാവികമായിട്ടും എന്റെ ബിസിനസ്സിൽ ചെറിയൊരു ഇടിവ് വരും, എന്റെ പ്രോഫിറ്റിലും ചെറിയൊരു കുറവ് വരും. പക്ഷേ ഈ റെസിഗ്നേഷൻ ഓഫ് എൻ എംപ്ലോയി അല്ലെങ്കിൽ അമലിന്റെ റെസിഗ്നേഷൻ എനിക്കൊരിക്കലും മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ബുക്സിൽ റെക്കോർഡ് ചെയ്യില്ല. ട്രാൻസാക്ഷൻസ് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. അടുത്ത അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. നമുക്ക് എന്റെ സ്റ്റേഷനറി കടയിലേക്ക് തന്നെ തിരിച്ചു പോവാം. A to Z സ്റ്റേഷനറി. ഞാൻ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ ചിന്തിക്കുക? ഇന്ന് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ എന്റെ സ്റ്റേഷനറി ഷട്ട് ഡൗൺ ചെയ്യണം അല്ലെങ്കിൽ അടച്ചു പൂട്ടണം എന്ന് വിചാരിച്ചിട്ടാണോ അത് തുടങ്ങുക? അല്ല. എന്റെ സ്റ്റേഷനറി ഒരുപാട് കാലം റൺ ചെയ്യണം, അതിൽ നിന്ന് ഗ്രോത്ത് ഉണ്ടാവണം, അതിൽ നിന്ന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കണം. ഈ ഒരു മോട്ടീവോട് കൂടിയാണ് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിലും പറയുന്നത്. അതായത് ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരിയഡ് ഓഫ് ടൈം. ബിസിനസ് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള അസംഷനിലാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റിന്റെ പുറത്ത് തന്നെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റിലെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റവന്യൂ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻഡിച്ചറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിന്റെ ബേസിലാണ്. ഇപ്പൊ ഞാനൊരു ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുകയാണ്, 10 ലക്ഷം രൂപയായി. 10 ലക്ഷം രൂപയുടെ ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചു. ഈ 10 ലക്ഷം രൂപ ഞാൻ ഒരു വർഷത്തേക്കായിട്ട് ചെലവാക്കിയതാണോ? അല്ല. ഈ മെഷീനറിക്ക്, ഒരു മെഷീനറി ആണെന്ന് ചോദിച്ചോളൂ, 10 വർഷത്തെ ആയുസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്കിത് ഈ 10 ലക്ഷം ഒരു ഇയറിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനിതിൽ 10% ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് ഓരോ വർഷവും 1 ലക്ഷം രൂപ കുറച്ച് അങ്ങനെ 10 വർഷത്തേക്കായിട്ടാണ് ഫിക്സഡ് അസറ്റിന്റെ എമൗണ്ട് ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ള ഡിഫറൻഷിയേഷനും വരുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്താ?
കറന്റ് ഇയർലി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസുകൾ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ കറന്റ് ഇയറിൽ മാത്രമല്ല അതിന്റെ എഫക്ട് ഫ്യൂച്ചർ ഇയേഴ്സിലേക്ക് കൂടി ഉണ്ടാവും. ഇങ്ങനെ റവന്യൂ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബിസിനസ് ലോങ് റൺ ആയിരിക്കണം. അതായത് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് നമ്മുടെ ബിസിനസ് റൺ ചെയ്യുന്നുണ്ടാവണം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവണം. അതല്ല ഒരു ഇയറിന്റെ ഉള്ളിൽ ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അവിടെ റവന്യൂ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻഡിച്ചറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഈ ഒരു അസംഷനിലാണ്, അതായത് ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരിയഡ് ഓഫ് ടൈം എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻഡിച്ചറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. അടുത്ത അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ് അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്. നമ്മൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പറയുമ്പോൾ ഡിസ്കസ് ചെയ്താണ്, അതായത് ബിസിനസിന്റെ ലൈഫ് ഇൻഡെഫിനിറ്റ് ആണ്. ബിസിനസ് ലൈഫ് ഇൻഡെഫിനിറ്റ് ആയിട്ട് നീണ്ടുപോകുന്നു എന്നൊരു കാഴ്ചപ്പാടാണ്. അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റിൽ പറയുന്നത് ഈ ഹോൾ ലൈഫിനെ, അതായത് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ബിസിനസിന്റെ ലൈഫിനെ ഡിഫറെന്റ് പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിനുശേഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഡിഫറെന്റ് പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ യൂസേഴ്സിന് റെഗുലർ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ പീരിയോഡിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. അവർക്ക് ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിന് അല്ലെങ്കിൽ ബിസിനസിന്റെ കറന്റ് പൊസിഷൻ അനലൈസ് ചെയ്യാൻ, ബിസിനസ് ഗ്രോയിങ് സ്റ്റേജിലാണോ അതോ ഡിക്ലൈനിങ് സ്റ്റേജിലാണോ, ഇതൊക്കെ അറിയാനായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ യൂസേഴ്സിന് റെഗുലർ ഇന്റർവെൽസിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ബിസിനസ് സമ്മറി ആവശ്യമാണ്. ഉദാഹരണത്തിന് ഇപ്പൊ ഇൻവെസ്റ്റേഴ്സ് എന്താ നോക്കുക? അവർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫണ്ട് ബിസിനസ് കൺസേൺ ശരിയായ രീതിയിലാണോ ഉപയോഗിക്കുന്നത്? അവര് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാക്കുന്നത്? എന്തെങ്കിലും അഡീഷണൽ ഫണ്ട് ആവശ്യമുള്ളൂ? ഇതൊക്കെ അറിയാനായിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുക. ക്രെഡിറ്റേഴ്സ്, ഫേമിന് റീപേയിങ് കപ്പാസിറ്റി ഉണ്ടോ? ഇപ്പോ ബാങ്ക്സ് ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യാണ്, ഈ ലോൺ റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഫേമിനുണ്ടോ? ഗവൺമെന്റ് അതോറിറ്റീസിനും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആവശ്യമാണ്. എന്തിനാണ്? ഗവൺമെന്റ് അതോറിറ്റീസ് ടാക്സ് ചാർജ് ചെയ്യും. ഈ ടാക്സ് ചാർജ് ചെയ്യുന്നത് പീരിയോഡിക്കൽ ആയിട്ടുള്ള പ്രോഫിറ്റിന്റെ പുറത്താണ്, അല്ലെങ്കിൽ ഇയർലി പ്രോഫിറ്റിന്റെ പുറത്താണ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ യൂസേഴ്സിന് റെഗുലർ ഇന്റർവെല്ലില് അല്ലെങ്കിൽ റെഗുലർ പീരിയഡിന്റെ എൻഡില് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ബിസിനസ് സമ്മറി ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയാറുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്താ? ഇപ്പൊ പേ ചെയ്യേണ്ട ഒരു എക്സ്പെൻസ് ഇപ്പൊ പേ ചെയ്യാൻ പറ്റുന്നില്ല, പിന്നീട് പേ ചെയ്യുന്നു. പ്രീപെയ്ഡ് ആവുമ്പോൾ പിന്നീട് പേ ചെയ്യേണ്ട ഒരു എക്സ്പെൻസ് നേരത്തെ പേ ചെയ്യുന്നു. ഇങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് പ്രീപെയ്ഡ് കൊണ്ട് ഡിഫറൻസിയേഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ബിസിനസിനെ ഡിഫറെന്റ് പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കാണുന്നതുകൊണ്ടാണ്. ഒറ്റ പീരീഡ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് പ്രീപെയ്ഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഡിഫറൻസിയേഷൻ പോസിബിൾ ആവുന്നതും അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റിന്റെ ബേസിലാണ്. ഇത് നമ്മൾ ഡിഫറെന്റ് പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞു. സാധാരണ ബിസിനസ് കൺസേൺസ് 12 months ആണ് ഒരു മെഷറിംഗ് ആയിട്ടുള്ള പീരിയഡ് ആയിട്ട്, അതായത് ഇൻകം മെഷർ ചെയ്യാനുള്ള ഒരു പീരിയഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. 1st April തൊട്ട് മാർച്ച് 31st വരെ, 31st March വരെയുള്ള 12 months ആണ് സാധാരണ ബിസിനസ് കൺസേൺസ് അവരുടെ ഇൻകം മെഷർ ചെയ്യാനായിട്ട് എടുക്കുന്ന പീരിയഡ്. ഈ 12 months ഇന്റർവെലിനെയാണ് അക്കൗണ്ടിംഗ് പീരിയഡ്. അക്കൗണ്ടിംഗ് പീരിയഡ് എന്ന് പറയുന്നത് ഈ 12 month ഇന്റർവെലിനെയാണ്. അപ്പൊ ഇതാണ് അക്കൗണ്ടിംഗ് പീരിയഡ് കോൺസെപ്റ്റ്. ബിസിനസിന്റെ ഹോൾ ലൈഫിനെ ഡിഫറെന്റ് പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതിനുശേഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു. അടുത്ത അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് ആണ് കോസ്റ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്. നമുക്കെന്റെ സ്റ്റേഷനറി കടയിലേക്ക് തന്നെ തിരിച്ചു പോവാം. ഞാൻ സ്റ്റേഷനറി കടയിലേക്ക് വേണ്ടി ഒരു പുതിയ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വാങ്ങിക്കാണ്, ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. എനിക്ക് ആ മെഷീന്റെ കോസ്റ്റും അത് കൊണ്ടുവരാനുള്ള ചാർജും ഇൻസ്റ്റാളേഷൻ ചാർജും എല്ലാം കൂടെ ആ പ്രൊഡക്റ്റ് അക്വയർ ചെയ്യാൻ അല്ലെങ്കിൽ ആ അസറ്റ് അക്വയർ ചെയ്യാനായിട്ട് ഏറെക്കുറെ 2 ലക്ഷം രൂപ ചാർജ് ആവുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് വാല്യൂ കൂടുകയാണ്, ഫോട്ടോസ്റ്റാറ്റ് മെഷീന്റെ മാർക്കറ്റിലുള്ള പ്രൈസ് കൂടുകയാണ്. പുതിയ പ്രൈസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് മെഷീന്റെ അക്വിസിഷൻ കോസ്റ്റ് ഏറെക്കുറെ 2,50,000 വരും. ഞാൻ എന്താ ചെയ്യാം?
നേരെ ബുക്സ് ഓഫ് അക്കൗണ്ട് വെട്ടിത്തിരുത്തി ഈ 2 എന്നുള്ളത് വെട്ടുന്നു, നേരെ 2,50,000 അസറ്റിന്റെ വാല്യൂ ആയിട്ട് 2,50,000 എഴുതി ചേർക്കാൻ പറ്റുമോ? പറ്റില്ല എന്നാണ് കോസ്റ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് പറയുന്നത്. ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് അറ്റ് ദ ആക്ച്വൽ പ്രൈസ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്. ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അത് അക്വയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആക്ച്വൽ പ്രൈസ് ആയിരിക്കണം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ നമ്മൾ മാർക്കറ്റ് വാല്യൂ കൂടി എന്ന് പറഞ്ഞു, അസറ്റിന്റെ കാര്യമാണ്. നമ്മൾ അസറ്റിന് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യും. ഞാൻ 1 വർഷം കഴിഞ്ഞ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാണ്. അപ്പൊ ഞാൻ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യേണ്ടത് ഈ 2 ലക്ഷത്തിന്റെ പുറത്താണോ, അല്ലെങ്കിൽ അപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 2,50,000 ആണെന്ന് വിചാരിക്കുക. ഈ 2,50,000 നിന്നാണോ ഞാൻ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം? തീർച്ചയായിട്ടും നമ്മൾ 2 ലക്ഷത്തിൽ നിന്ന് വേണം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാനായിട്ട്. അതായത് ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന കോസ്റ്റ് അല്ലെങ്കിൽ അസറ്റിന്റെ അക്വിസിഷൻ കോസ്റ്റ് ആണ് ഇതിന്റെ ആക്ച്വൽ കോസ്റ്റ്. ഈ ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് വേണം സബ്സീക്വന്റ് ആയിട്ടുള്ള എല്ലാ അക്കൗണ്ടിങ്ങുകളും, ആ അസറ്റിന്റെ മേലിൽ വരുന്ന സബ്സീക്വന്റ് ആയിട്ടുള്ള എല്ലാ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സും നടത്താൻ ഈ ആക്ച്വൽ കോസ്റ്റിന്റെ പുറത്ത് വേണം. നമ്മളിവിടെ മാർക്കറ്റ് കോസ്റ്റിനല്ല ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്നത്, ആക്ച്വൽ അക്വിസിഷൻ കോസ്റ്റ്. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആക്ച്വൽ കോസ്റ്റ് ആണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നാണ് കോസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, economic life of an enterprise is split into the periodic interval to measure its performance is as per option A business entity concept, option B money measurement concept, option C accounting period concept. Second question, according to which concept the proprietor pays interest on drawings? Option A business entity concept, option B going concern concept, option C accounting period concept. Third question, cost concept basically recognizes option A market value, option B historical cost, option C replacement cost. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റിലെ 5 പോയിന്റാണ് ഡിസ്കസ് ചെയ്ത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ഞങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും നിങ്ങൾ കമന്റ് ചെയ്യണം. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ലേണേഴ്സ് ലൈവ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.